നാടകാന്തം കവിത്വം എന്നൊക്കെ സമ്മതിക്കാം ഒരു വാദത്തിന്. ബട്ട് ഒരു മീഡിയം മറ്റൊന്നിനേക്കാൾ ഇൻഫീരിയർ ആണെന്നുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി അത് അബദ്ധമാണ്. സിതാ, ഹെൻറി ജെയിംസ് ട്രാവൽ റൈറ്റിങ്ങിന് ഒരു ലിറ്റററി എക്സസൈസ് ആയി മാത്രമല്ല കണ്ടത്. ആ കണ്ണാടിയും കടലും വെച്ചുള്ള കളിയില്ലേ, അത് ക്ലാസിക്കാ, ഒരു സംശയമില്ല. പുതിയ പയ്യന്മാര് വന്നിട്ട് പുള്ളിയെ കാണാത്ത മട്ടില്ല. ശരിക്കും ഇത് തന്നെയല്ലേ ഒറ്റക്കാടിനെ വിലയിരുത്തുമ്പോഴൂടെ സംഭവിക്കുന്നത്? The land I stand on is a timeless inebriation. The wind a rusty companion. There is a sea beneath my memory. A memory marooned in holy dust. True force should be condemned. ശരാശരി നിലവാരം മാത്രമുള്ള തന്റെ സിനിമകളെ പ്രതിഭയുടെ മാനിഫെസ്റ്റേഷൻസ് ആയി തെറ്റിദ്ധരിപ്പിച്ചതിന് എനിക്ക് ക്ലൈമാക്സിൽ മമ്മൂസിന്റെ ക്യാരക്ടർ മരിക്കണം തന്നെയാണ്. പോയറ്റിക് ജസ്റ്റിസ് ഒന്നും ഞാൻ നോക്കുന്നില്ല, മനസ്സിലായോ? അവിടെ അയക്കും മരിക്കാതെ വയ്യ. പിന്നെ ഒരു നിമിഷം കൂടി ഈ ഭൂമിയിൽ ജീവിച്ച അയാളുടെ എല്ലാ നൊബിലിറ്റി നഗരം ഏത്? ഹി ഹാസ് ടു ഗോ. ആ ലൈനിലൊന്ന് പിടിച്ചു നോക്കിയാലോ. ഇവിടെ ഈ ഡാഫഡിൽസ് മറ്റൊരുത്തിനെ ക്രൂശിക്കാൻ വേണ്ടിയുള്ള സംഭാഷണങ്ങൾക്കും സംവാദങ്ങൾക്കും വിരാമമിടാം. നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കാം. ലെറ്റ്സ് ബി ഷോക്കിംഗ്ലി ഒറിജിനൽ. ഡാഫഡിൽസ് ഇനി ഓർമ്മ മാത്രം. തിരുവനന്തപുരം നന്ദൻകോടിനടുത്തുള്ള ഡാഫഡിൽസ് എന്ന വീട് കേരളത്തിന്റെ കലാ സാംസ്കാരിക പ്രവർത്തകരെയും അനുവാചകരെയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്തൊരു നാഴികക്കല്ലാണ്. ഒരു കാലത്ത് കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാർ, സിനിമാ പ്രവർത്തകർ, നാടക പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ എന്നുവേണ്ട കലാ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ വ്യക്തികളെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച സ്ഥലമാണ് ഡാഫഡിൽ. പരേതനായ കേണൽ RS നായരുടെ തറവാട് വീടായ കോയിക്കലാണ് പിന്നീട് ഡാഫഡിൽസ് ആയി അറിയപ്പെട്ടത്. ഈ പേര് നൽകിയത് യശശരീരനായ സംവിധായകൻ സിദ്ധാർത്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എങ്ങുമെത്താതെ പോയത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നും ലജ്ജാവഹമായ ഒരു ഏടാണ്. യു ആർ ഗെറ്റിംഗ് ഇറ്റ് റോങ്. അതെ, കുറെ അങ്ങ് ഉയർത്തി ലൗഡാക്കണ്ട. ആ ഡയലോഗ്സിലെ ആകെയുള്ള കൃത്രിമത്വം റെൻഡറിങ്ങിൽ മാറ്റിയേക്കണം. നോർമലായ അങ്ങ് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഇയാൾ പറയുന്നത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എനിവേ, നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. യെസ്, അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തുഷാറിൻ്റെ ഫാദർ മാധവൻ സാറും സിദ്ധാർത്ഥൻ സാറും പിരിയാനുണ്ടായ സാഹചര്യം. എനിക്കറിയില്ല. എനിക്കെന്നല്ല, എൻ്റെ അറിവിലുള്ള ആർക്കും അറിയില്ല. സിദ്ധൻ സാറിൻ്റെ സൂയിസൈഡ്, അതേക്കുറിച്ച് തുഷാറിന് എന്തെങ്കിലും? സിദ്ധനങ്കിൾ ഒരു അപകടകാരിയായ ജീനിയസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ സിദ്ധനങ്കിളിനെ ഭയന്നിരുന്നതായും. ഹീ കുഡ് ബി ഡേഞ്ചറസ്ലി ഇമ്പൾസീവ്. ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു റീസൺ ആവശ്യമില്ലാതിരുന്ന ഒരാളായിരുന്നു സിദ്ധനങ്കിൾ. നമ്മളൊക്കെ ഒരു പുതിയ രീതിയിൽ മുടി ചെയ്യുന്നത് പോലെയുള്ള ഒരു ലാഘവത്വം മാത്രമേ അദ്ദേഹം അതിൽ കാണാൻ വഴിയുള്ളൂ. പിന്നെ മരണമെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ എക്സൈറ്റ് ചെയ്തിരുന്നു. തിരക്കഥകളിലും ലേഖനങ്ങളിലുമെല്ലാം നമുക്കത് വായിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ നാടകം അതിസുന്ദരം ഒരു മരണം അച്ഛൻ്റെ അലമാരിൽ നിന്നും കിട്ടിയതാണ്. ബട്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇത് സിദ്ധനങ്ങളുടെ തോട്ടാണെന്ന്. അച്ഛനിത് എഴുതാൻ ഒരു വഴിയുമില്ല. സ്ക്രിപ്റ്റിൽ പേരും വെച്ചിട്ടില്ല. വേറെ ആരുടെയോ കൈപ്പടയിൽ പകർത്തി എഴുതിയതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഓതറിനെ എന്ത് വൃത്തിയാട്ട പാട്ട്. ഡാഫഡിൽസിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു ഡയറക്ടർ സിദ്ധാർത്ഥൻ. ആ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പോലും പല ചേരിയിലാണ്. ആത്മഹത്യ എന്ന ചിലർ, അപകടമരണമെന്നും കൊലപാതകമെന്നും മറ്റു ചിലർ. ഇന്നും ഈ ദുരൂഹത ഡാഫഡിൽസിനെ മൂടി നിൽക്കുന്നു. ഡാഫഡിൽസ് ഇടിക്കുന്നതോടെ ഒരുപാട് ഓർമ്മകളുടെയും സൗഹൃദ സന്ധികളുടെയും മരണമാണ് സംഭവിക്കുന്നതെന്ന് പ്രമുഖർ പ്രതികരിച്ചു. ഞാനെത്തും, എല്ലാം ഉണ്ടല്ലോ. ഞാൻ വരാം. എല്ലാരും കാണുമല്ലോ. ആ ജയചന്ദ്ര, ഒരു മിനിറ്റ്. ഹലോ, ആ ജഗണ്ണ, എന്താണ്? ഞാനിവിടെ ലൊക്കേഷനിലാണ്, മേക്കപ്പിലിരിക്കുക. എന്താ പരിപാടി? ആര്? വേണുണ്ടോ? അത് ശരി. എത്ര മണിക്കാ? 7 മണി. പിന്നെന്താ? ഈ കെട്ടിടത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നു. എന്താടി നിന്റെ പേര്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല സാറേ.
മനുഷ്യർ കയറി ഇറങ്ങി വേണമെങ്കിൽ സാറിന്റെ തൃപ്തിക്ക് ഒരു പേര് പറയാം, രാജി. തൃപ്തിയായോ? കെട്ടിടം പൊളിഞ്ഞാലും എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ചോദിച്ചു വന്നേ ഉള്ളൂ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ്റെ ഈ ഓറ നിൽക്കുന്ന പോലെ എത്രയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ ഞാനൊരു ചെറിയ പൈന്റ് വാങ്ങിയിട്ട് വരാം. ഇവിടുന്ന് വാങ്ങിയാലേ നിനക്ക് തരാനുള്ള കാശ് ഇവിടെ കൊടുക്കേണ്ടി വരും. ഒരു അതെ, തലമുറ മുഴുവനും എന്നെ ഇന്ന് വിട്ടേക്കാവോ? എന്തിനാണ്? അല്ല, 2 ദിവസമായില്ലേ, ചേട്ടൻ എന്നെ ബോറടിച്ച് കാണത്തില്ലേ? അത് വിട്, നിനക്കെന്താ വേറെ വല്ല കുറ്റിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്? ഇന്നലെ വൈകുന്നേരം ഡാഫഡിൽസിൽ സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി. ഡാഫഡിൽസ് ഇരിക്കുന്നതോടെ ഒരുപാട് ഓർമ്മകളുടെയും സൗഹൃദ സന്ധികളുടെയും മരണമാണ് സംഭവിക്കുന്നതെന്ന് പ്രമുഖർ പ്രതികരിച്ചു. അത് ലോകത്തിൻ്റെ കാര്യത്തിലും ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിലും അത് ശരിയാണ്. എത്രയൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കർമ്മം എന്ന് പറയുന്ന അതെ, എനിക്കൊന്ന് വീട്ടിൽ പോയാൽ കൊള്ളായിരുന്നു. ഒരു കെട്ടിടം നമുക്ക് ആലോചിക്കാം. നിരത്തുക, ആദ്യം ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരട്ടെ. ആ ഓർമ്മകളെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കുക, അതിനെ അലോസരപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് കൂടുതൽ ആ ഓർമ്മയെ തീവ്രമാക്കാനും കൂടുതൽ ചൈതന്യവത്താക്കാനും സഹായിക്കുക മാത്രമേ. So friends, at last it is finalized. ഡാഫഡിൽസ് പൊളിച്ച് അവിടെ നമ്മുടെ പ്രൊപ്പോസ് കൊണ്ടോമിനിയം പണിയാനുള്ള നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുന്നു. ആ കെട്ടിടത്തോടുള്ള ആദര സൂചകമായി വരാൻ പോകുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിന് ഡാഫഡിൽസ് അവന്യൂ എന്ന് പേരിടാനും മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. Our work is scheduled to begin on the 1st of October. That's all for now. സിദ്ധാർത്ഥന്റെ മരണം അതൊരു ആത്മഹത്യയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നെ ഒന്ന് കൊണ്ടുപോവാമോ ഡാഫഡിൽസിലേക്ക്? പക്ഷേ ഈ അവസ്ഥയിൽ ഒരു പബ്ലിക് അപ്പിയറൻസ് വേണോ? സാരമില്ല, ഇനി ഒരിക്കലും അവിടെ കാണാൻ പറ്റുകയില്ലല്ലോ. വെൽ, ഐ ഡോണ്ട് മൈൻഡ്. യു ഗെറ്റ് റെഡി. ഐ എം റെഡി. നമുക്ക് എന്നും പോകുന്ന പോലെ ബീച്ചിൽ പോയിട്ട് ആ വഴി എവിടേക്ക് പോവാം. ഓക്കെ. നീ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേ വന്നു. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാളെ മരിക്കാൻ പോകുന്ന ഡാഫോഡിൽസിന്റെയും പേരിൽ രണ്ടര ദിവസം കൊണ്ടാ ഉള്ളറകളെന്ന തിരക്കഥ ഇത്ത ഇവിടെ എഴുതിയത്. അന്ന് കഞ്ചാവിന്റെ സപ്ലൈ ബാബുവിനാ. പീരുമേട്ടിലെങ്ങാണ്ട് ബാബുവിനൊരു പമ്പുണ്ട്, അവിടെ ആ സ്റ്റോക്ക്. വെള്ളിയാഴ്ചകളിൽ പമ്പിലെ കണക്കും കൊണ്ട് ഡ്രൈവർ പാച്ചുള്ളവരും കണക്ക് മാറ്റി വെച്ച് കുത്തെടുത്ത് ഡിക്കിയിലിട്ട് ബാബുവിൻ്റെ ഒരു വരവുണ്ട്. സിദ്ധന്റെ ഉത്സവമാ. പിന്നെ സ്വപ്നത്തിലിടയ്ക്ക് വരും സിദ്ധൻ, മുറുക്കാൻ ചോദിക്കും, കുറേ ചിരിക്കും, പിന്നെ വിഷമമാ. ഞാൻ എന്തോ കണ്ടങ്ങ് മോഹിച്ച് നിങ്ങളെയൊക്കെ വിട്ടങ്ങ് പോയതാ. അണ്ണാ, ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. മാധവണ്ണൻ്റെ ഒരു ചെറുക്കനുണ്ടായിരുന്നല്ലോ, അവനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ആ, ഇതൊക്കെ വെറും തോന്നലായിരിക്കും. ഞാനെടുത്ത പടങ്ങളിൽ സിദ്ധന്റെ പടങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട്. എന്തോ ഒരു ഹാലോ തലയ്ക്കു ചുറ്റും നമ്മൾ ഈ ശിവകാശി പടങ്ങളിൽ കാണാറുള്ള ഒരു പ്രഭ. He had a paranoid streak. Something very abnormal. ഏയ്, എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്ലേ ആണ്. ഹി വാസ് എ സ്റ്റൈലിഷ് ഷോമാൻ. വണ്ടികളൊക്കെ ഒരു വസന്തത്തിന് ചുറ്റും മൂളി പറക്കുന്നത് വെറുതെ ആണോ ഈസി? മകനോടുള്ള നമ്മുടെ ജലസി മുഴുവനും ഈ ഒരൊറ്റ കാര്യത്തിലല്ലേ. ഹി ഹാഡ് എ വേ വിത്ത് വിമൻ. അപ്പോ അടുത്ത റൗണ്ട് പൊട്ടിക്കട്ടെ? ശരി ശരി. കള്ള് കൂടിയാലും വെള്ളം കുറച്ചു മതി. അയ്യോ, സോഡ തീർന്നല്ലോ. ഇനിയിപ്പോ സോഡ ആരാ സോഡയ്ക്ക് പോയത്? പോയിട്ടുണ്ടെന്നാ.
എല്ലാരും സൂക്ഷിച്ച് കയറിക്കോളും, കാല് തട്ടി ഒന്നും വീഴല്ലോ കേട്ടോ. ഇവിടെ എങ്ങും ഒരു തട്ടലും മുട്ടലും ഉണ്ടാവില്ല ജഗുവണ്ണ. ആ വെട്ടം ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. വരെ അക്കാലത്തെ ജീവിതത്തിന്റെ ഊർജ കേന്ദ്രം തന്നെ സിദ്ധനായിരുന്നു. എന്തായിരുന്നു ആ കാലം? സിദ്ധൻ സ്ഥിരമായല്ലെങ്കിലും ഡയറി എഴുതാറുണ്ടായിരുന്നു. മറ്റൊന്നിനോടും ഇല്ലാത്തൊരു പൊസസീവ്നെസ് സിദ്ധന് ആ കുറിപ്പുകളോടുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ടെങ്കിലും സിദ്ധന്റെ ഒരു ഇന്റിമേറ്റ് സോണിലേക്ക് ആരെങ്കിലും കടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു, പക്ഷേ അതുണ്ടെന്ന് നമ്മളെ ആരെയും ഫീൽ ചെയ്യിച്ചിട്ടില്ല എന്നതാണ് പുള്ളിയുടെ ബ്രില്യൻസ്. ആ ഡയറി കുറിപ്പുകൾ മുഴുവൻ സിദ്ധനും അയാൾക്കുള്ളിലെ റിയൽ സെൽഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നിരിക്കണം. മരണത്തിന് മുമ്പ് തന്നെ അതൊക്കെ നശിപ്പിച്ചത് മറ്റാരും വായിക്കാൻ ഇടയാകരുത് എന്ന നിർബന്ധം കൊണ്ടായിരിക്കണം. നശിപ്പിച്ചു എന്ന് ഉറപ്പ് പറയാനാവില്ല. ഇറ്റ് വാസ് മിസ്സിംഗ്. പോലീസുകാർ തുമ്പുണ്ടാക്കാൻ കുറെ അന്വേഷിച്ചിരുന്നു ആ ഡയറി. വീട്ടിലും ക്ലബിലും ദാ ഇവിടെയൊക്കെയും ഒരുപാട് അന്വേഷിച്ചു, നോ ഫലം. അദ്ദേഹത്തിന്റെ മരണശേഷം കാഫ്കയുടെ കൃതികൾ മാക്സ് റോഡിന്റെ കയ്യിലെത്തിയതുപോലെ ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവാം. ഏതായാലും മാധവണ്ണന്റെ വീട്ടിലില്ല, അതുറപ്പാ. ഒരു ബ്ലൈൻഡ് ഗസിൽ ഞാനൊന്ന് പരതി നോക്കിയതാ. എന്റെ ബാല, താനൊരു കവിയായി പോയത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് ഒരു നാഷ്ടമാണ്. നല്ല പെട്ടപ്പം പപ്പരാശിയല്ലേ പത്രങ്ങൾ കൈവിട്ടു പോയത്. എന്നാ ഒരു കവിത ബാലൻ പാട്. പാട് ബാല, പഴയ കവിത തന്നെ ആവട്ടെ, സിദ്ധാർത്ഥന്റെ ഓർമ്മയ്ക്ക്. പാട് ബാല. ജോസഫ്, ഒരു ഓർമ്മതൻ ക്രൂരമാം സൗഹൃദം, ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ, കുംഭസാരത്തിന്റെ ബോധക്ഷയങ്ങളിൽ നിന്റെ നക്ഷത്രം ഉദിക്കുന്നു പിന്നെയും. അല്ല, ഒരു ദിവസം നമ്മുടെ പുള്ളി നമ്മുടെ നായകൻ സിദ്ധാർത്ഥൻ നമ്മുടെ സിദ്ധൻ അയാൾ ഒരിക്കൽ കവി ചുള്ളിക്കാടിനെ കുറിച്ച് ചോദിച്ചു. നമ്മുടെ കവി വന്നോ? ഏത് കവി? ചുള്ളിക്കാട് വന്നില്ലേ? ഒന്നില്ല. പുള്ളി എവിടുന്നാ വരുന്നത്? പുള്ളി എറണാകുളത്തുണ്ടല്ലോ വരുന്നത്. അയ്യോ പാവം. പിന്നെ സിനിമയെ പറ്റിയൊക്കെ പറയുമ്പോഴേ അത് വേറൊരാളായിട്ടാ നമുക്ക് തോന്നുക. സിനിമ വളരെ സീരിയസ് ആയിട്ട്. എന്റെ സിനിമ എന്ന് പറയുന്നത് അത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതിലൂടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. എന്ത് മെസ്സേജ്? അത് മെസ്സേജ് അത് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാവും. അതെ, മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. അത് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ഇന്നലെ വൈകുന്നേരം ഡാഫഡിൽസിൽ സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി. ഉള്ളറകൾ, ധനുഷ്കോടി, സ്വയം, അകമഴ എന്നീ തിരക്കഥകൾ സിദ്ധാർത്ഥൻ പൂർത്തിയാക്കിയത് ഡാഫഡിൽസിലിരുന്നാണ്. പ്രശസ്ത ഇംഗ്ലീഷ് ഇന്ത്യൻ നോവലിസ്റ്റും സിദ്ധാർത്ഥന്റെ മകനുമായ ആദി സിദ്ധാർത്ഥനെ ഞങ്ങളുടെ സ്റ്റുഡിയോ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറായില്ല. ആദി സിദ്ധാർത്ഥന്റെ ലാബറിന്ത് ഓഫ് സാനിറ്റി എന്ന പുസ്തകം കഴിഞ്ഞ തവണത്തെ മാക് ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഡയറക്ടർ സിദ്ധാർത്ഥൻ, എനിക്ക് അദ്ദേഹം അതല്ല. വീടിന് മുന്നിലേക്ക് ഇരമ്പിയെത്തുന്ന ഫിയറ്റ് കാറിന്റെ ശബ്ദം, ഉറക്കത്തിനിടയിൽ എൻ്റെ മുടിയിഴകളിലോടിയിരുന്ന തണുത്ത വിരൽ സ്പർശം, കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഗന്ധമുള്ള ചുംബനം, അച്ഛൻ. എവിടെത്തി?